ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ആധാർ ഐ ഡി എന്താണെന്നും എങ്ങനെ ആധാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാമെന്നും നോക്കാം. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 12 അക്ക സ്ഥിര അക്കാദമിക് ഐ ഡിയാണ് ആധാർ ഐ ഡി. ഡിജിറ്റൽ വിദ്യാഭ്യാസം എളുപ്പമാക്കുന്നതിനും സ്കോളർഷിപ്പ് വെരിഫിക്കേഷൻ എളുപ്പമാക്കുന്നതിനും അതുപോലെ തന്നെ ഭാവിയിൽ ഉന്നത പഠനത്തിനും വിദ്യാഭ്യാസ സേവനങ്ങൾക്കും ആധാർ ഐ ഡി ഉപകാരപ്പെട്ടേക്കാം. ആധാർ ഐ ഡി എടുക്കുന്നതിന് ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ആധാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനായി ആദ്യം ഡിജി ലോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഗൂഗിളിൽ ആധാർ ഐ ഡി എന്ന് സെർച്ച് ചെയ്യുക. ആധാർ ഐ ഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ ഐ ഡി ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ മുകളിലായി ലോഗിൻ ടു രജിസ്റ്റർ എന്ന് കാണും. ആധാർ ഐ ഡി ക്ലിക്ക് ചെയ്ത മുകളിലായി ലോഗിൻ ടു രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് അവിടെ ഫോൺ നമ്പർ കൊടുക്കുക. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കണ്ടിന്യൂ. ആ മൊബൈലിലോട്ട് ആധാർ OTP പോവും. ആ OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് കൊടുക്കുക. വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി. ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. വെരിഫൈ യുവർ OTP. ഒരു ആധാർ OTP ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലോട്ട് പോയിട്ടുണ്ടാവും. അത് എൻ്റർ ചെയ്യുക. വെരിഫൈ. 6 അക്ക സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 6 അക്ക സെക്യൂരിറ്റി പിൻ. തുടർച്ചയുള്ള നമ്പർ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഡിജി ലോക്കറിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഗൂഗിളിൽ പോയി ആധാർ ഐ ഡി സെർച്ച് ചെയ്യുക. ലോഗിൻ ചെയ്യുക. അതേ ഫോൺ നമ്പർ തന്നെ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ. ഓൾറെഡി ഡിജി ലോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കാരണം ഓൾറെഡി അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത 6 അക്ക സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക. വെരിഫൈ. വീണ്ടും എൻ്റർ ചെയ്ത് വെരിഫൈ. ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. അവിടെ സെർച്ച് ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് ആധാർ ഐ ഡി എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആധാർ ഐ ഡി എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക. സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എന്നിവ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഐഡൻറ്റിറ്റി ടൈപ്പ് എൻറോൾ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി വാല്യൂ എന്നുള്ളിടത്ത് എൻറോൾ നമ്പർ എൻ്റർ ചെയ്യുക. അഡ്മിഷൻ ഇയർ എൻ്റർ ചെയ്യുക. അതുപോലെ തൊട്ട് താഴെ ഏത് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ആയി വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.